കനത്ത മഴയിലും ഓണത്തിന്റെ ആവേശത്തിലാണ് മെട്രോ നഗരവും. രാത്രി വൈകിയും പൂക്കടകളടക്കം സജീവമാണ് ഇവിടെ. ഉത്രാടപ്പാച്ചിലിന്റെ തലേ ദിവസവും പൂക്കൾ വാങ്ങാൻ നിരവധി പേരാണ് മഴയെയും വെള്ളക്കെട്ടിനെയും അവഗണിച്ചെത്തുന്നത്. കൊച്ചിയിൽ നിന്നും അനിൽ ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുന്നോളം പൂക്കളൊക്കെ ആയി ഓണത്തിൻ്റെ വല്ലാത്ത ഒരു മൂഡിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ എറണാകുളം കടന്നിരിക്കുകയാണ്. മഴയുണ്ട്. മഴ ഓണം കുറച്ച് കൊണ്ടുപോകുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും ഇങ്ങനെ പൂക്കച്ചവടമൊക്കെ ഈ രാത്രിയിലും അങ്ങ് പൊടി പൊടിക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. കച്ചവടക്കാരൊക്കെ ഉണ്ട്, ഒപ്പം തന്നെ വാങ്ങാനായി എത്തിയ ആളുകളും ഒക്കെ ഉണ്ട്. എങ്ങനെ കച്ചവടം കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മലയാളികൾ മാത്രമല്ല, ഈ മറ്റ് നാടുകളിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഇവിടെ കച്ചവടക്കാരായി ഇരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എല്ലാവരും ഓണത്തെ വളരെ ആഘോഷത്തോടു കൂടി വരവേൽക്കാനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ്. ഉത്രാടപ്പാച്ചിലേക്കൊക്കെ ആളുകൾ എത്തി നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇങ്ങനെ ഉത്രാടം മാത്രമല്ല, തിരുവോണത്തിലേക്കുള്ള പൂക്കൾ കൂടി വാങ്ങി ഒക്കെയാണ് ആളുകൾ ഇവിടുന്ന് പോകുന്നത്. എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം കുഴപ്പമില്ല, കുറച്ച് പിടിച്ച് പോകുന്നത്. മഴ പ്രശ്നം ഉണ്ടാക്കുമോ? മഴ പ്രശ്നമില്ല. ഓണത്തിനെന്താ മഴയാണ്, ജനങ്ങൾ ഓണല്ലേ വല്ലേ, ഹാപ്പി ഓണല്ലേ. ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഏതാ പൂവ്? മഞ്ഞ ജയന്തി, ഓറഞ്ച് ജയന്തി, എല്ലാ ഐറ്റം പൂവ്. എവിടുന്നാ പൂവ് വരുന്ന? പൂവ് തന്നെ ബാംഗ്ലൂരിൽ നിന്ന്, ഗുണ്ടൽപേട്ട, അങ്ങനെ പല മാർക്കറ്റിൽ നിന്ന് വരുന്നുണ്ട്. ഏകദേശം വരവ് കഴിഞ്ഞോ അതോ ഇനിയും? നാളും കൂടി വരും, കാലത്ത് 2 വണ്ടി കൂടി വരും. അതോടുകൂടി നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞു. 2 വണ്ടി കൂടി വരാനുണ്ട്. രാവിലെ പുലർച്ചെ 3 മണിക്ക് എത്തും. അതുകൊണ്ട് ഓണം ഹാപ്പിസാക്കുക. 2 വണ്ടി പൂക്കൾ കൂടി എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഓണം ഇവിടെ ഓണപ്പൂക്കളത്തിൻ്റെ പൂക്കളൊക്കെ ഏതാണ്ട് തീരും എന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ പൂക്കളൊക്കെ വാങ്ങി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടൊക്കെ പോവുകയാണ്. എങ്ങനെയുണ്ട്? ഓണമൊക്കെ ഉണ്ടോ? പൂക്കളൊക്കെ ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തി പൂക്കൾ വിൽപ്പന നടത്തുന്നവരടക്കം വളരെ സന്തോഷമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഓണത്തിൻ്റെ ഒരു വൈബ് ഈ രാത്രിയിൽ പോലും, രാത്രി വളരെ ഇരുട്ടി പോലും പൂക്കടകളൊക്കെ വളരെ സജീവമാണ്. കാരണം നാളെയും മറ്റന്നാളും കൂടി തങ്ങളുടെ വീട്ടുമുറ്റത്തും വീട്ടിനുള്ളിലുമൊക്കെ പൂക്കളം ഒരുക്കാനുള്ള വലിയ ധൃതിയിലാണ് മലയാളികളൊക്കെ ഉള്ളത്. ഇനിയും 2 വണ്ടി പൂക്കൾ കൂടി വരാനുണ്ട്. ഇപ്പോൾ തന്നെ പൂക്കളുടെ ഒരു മല, പല നിറത്തിലുള്ള പല രീതിയിലുള്ള പൂക്കളുടെ മലകൾ തന്നെ ഇവിടെയുണ്ട്. അതെല്ലാം ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. നാളെ ഉത്രാടപ്പാച്ചിലേക്ക് ആളുകൾ കടക്കും. തിരുവോണമെന്ന ഒരു ദിവസം കൂടി പൂക്കളം തീർക്കാൻ വേണ്ടി മലയാളി കാത്തിരിക്കുകയും ചെയ്യുന്നു. വളരെ സജീവമായ ഒരു അന്തരീക്ഷമാണ് എറണാകുളത്ത് ഈ മഴയുടെ അവസ്ഥയിൽ പോലും ഉള്ളത്. പൂക്കളം തീർക്കാനുള്ള പൂക്കൾക്കിടയിൽ നിന്നും ക്യാമറാമാൻ അഭിജിത്തിനൊപ്പം അനിൽ ജോർജ്.